ഹുദൈബിയയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജീറാനയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്ന് മൂടപ്പെട്ട അവസ്ഥയിലാ കാണുന്നത്. അവിടെയുമുള്ള കിണറ്റിലും ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വെള്ളത്തിലും അതുണ്ട്. അപ്പൊ വുളു എടുത്ത ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ്. സംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത്. അവിടെയാണല്ലോ നീരുറവ പൊട്ടിയൊടുകിയത്. ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു. ആ കിണറിൽ പലതുമുണ്ടെന്ന്. പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം വെള്ളം വറ്റിക്കാൻ ഏത് ഉപകരണങ്ങൾ വെച്ചിട്ടും വറ്റുന്നില്ല. അവസാനം അറബികളിൽപ്പെട്ടവർ തന്നെ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ വെള്ളം അല്ലാഹ് തന്നെ കാത്തുകൊള്ളും, നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും നടക്കൂല. മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീട് അത് പുതുക്കി പുനരാരംഭിച്ചു. അത് കുഴിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു. ആ ജലാശയത്തിലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട്. വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം. ശേഷം സ്വലാത്ത് ചൊല്ലണം. അതേ, ആ സ്വലാത്ത് മറന്നുപോകാൻ പാടില്ല. രണ്ടാമതായിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇദാ മർറ ഫീഹാ ബിആയത്തിൻ ഫീഹാ ദിക്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോ നബി തങ്ങളെ മഹത്വം പറയുന്ന ആയത്താണ്. അവിടെ സ്വലാത്ത് ചൊല്ലൽ കേൾക്കുന്നവനും ഓതുന്നവനും സുന്നത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു സുന്നത്തില്ലാന്ന് ഫത്വ നൽകിയിട്ടുണ്ടെങ്കിലും അത് അറിയാത്തവരല്ല ഇബ്നു ഹജർ തങ്ങള്. മഹാനവർകൾ പറയുന്നു, ഇമാം നവവി തങ്ങൾ അത് സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു സംഗതി സുന്നത്തുണ്ട്. അതിന് മഹാനവർകൾ അവലംബമാക്കിയത് അൻവാർ എന്ന് പറയുന്ന കിതാബിലെ മുസന്നിഫ് ഉദ്ധരിച്ച ഉദ്ധരണിയാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കുന്ന ഒരായത്തങ്ങ് ഓതിപ്പോയാൽ ഒന്ന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും ഒരു സ്വലാത്ത് അവിടെ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് നിസ്കാരാനന്തരമാണ്. നിസ്കരിച്ച് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്.